വീടെന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം സഫലമാക്കാൻ സമ്പാദിച്ചതെല്ലാം സ്വരുക്കൂട്ടി ഒരു സ്ഥലം വാങ്ങുന്നു. അവിടെ വീട് പണി ആരംഭിക്കുന്നു. പാതി എത്തുമ്പോഴാണ് തടസ്സവുമായി ജലസേചന വകുപ്പ് എത്തുന്നത്. പഴശ്ശി പദ്ധതി പ്രദേശമായ ഇരിട്ടി അളപ്രയിലാണ് സുരേഷ് കുമാറും മഹേഷും വീട് നിർമ്മിക്കുന്നത്. ജലസേചന വകുപ്പിന്റെ സ്ഥലത്തോട് അതിർത്തി പങ്കിടുന്നതിനാൽ നിരാക്ഷേപ പത്രം ആവശ്യമായി വന്നു. ഈ വീട്ടിൽ നിന്നും ഏതാണ്ട് 10 മീറ്ററോളം മാറി ആ കാണുന്ന റോഡാണ് ജലസേചന വകുപ്പിൻ്റെ സ്ഥലം. അതായത് പഴശ്ശി അണക്കെട്ടിൻ്റെ റിസർവോയറിൻ്റെ ഭാഗം. ഈ പ്രദേശത്ത് വീട് വെക്കണമെങ്കിൽ അതിർത്തി ജലസേചന വകുപ്പിൻ്റെ സ്ഥലമായതിനാൽ NOC വേണം. ഈ NOC കുടുംബങ്ങൾക്ക് നൽകാനാണ് ജലസേചന വകുപ്പ് തയ്യാറാകാത്തത്. ഇതിനിടെ കഴിഞ്ഞ വർഷം കേരളത്തിലെ അണക്കെട്ടുകൾക്ക് ബഫർ സോൺ പ്രഖ്യാപിച്ച് ഉത്തരവും ഇറങ്ങി. കടുത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉത്തരവ് പിൻവലിക്കുന്നതായി നിയമസഭയെ അറിയിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥർ ഇതറിഞ്ഞ മട്ടില്ല. ജീവിതം ബുദ്ധിമുട്ടാണ്, സുഖമില്ലാതെ മോളുടെ മൂക്ക് തെറാപ്പിയെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ വാടക വീട്ടിൽ നമ്മൾ താമസിക്കുന്നത്, നമുക്ക് വേഗം ഇങ്ങോട്ട് മാറുന്നില്ലാന്ന് NOC കൊടുത്തിന്. ഇതുവരെ കിട്ടിയിട്ടില്ല. 10-11 മാസമായി ഇതിന് വേണ്ടിയിട്ട് നടക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി തുടങ്ങിയ വീട് പണി പാതി വഴിയിലായതോടെ മാസം 8000 രൂപ വരെ നൽകി വാടക വീടുകളിലാണ് ഈ കുടുംബങ്ങളുടെ താമസം. കുറേ എല്ലാവരുടെ പറഞ്ഞ് കുറേ ആൾക്ക് കുറേ ഓഫീസിലെല്ലാം കയറി ഇപ്പം വിളിച്ചേരാൻ പറഞ്ഞ് ഇവിടുന്ന് വിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു. പഴശ്ശി ഓഫീസിലേക്ക് ഇപ്പം വിളിച്ചു. അപ്പം പറഞ്ഞാൽ ഇവിടുന്ന് അപേക്ഷ വിട്ടിട്ടുണ്ട്. കണ്ണൂർ പോയി ഇവരന്വേഷിച്ചു, അപ്പോൾ എത്തിയില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. മാസങ്ങളോളം ഓഫീസുകൾ കയറിയിറങ്ങി. മന്ത്രി തന്നെ നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് യാതൊരു കുലുക്കവുമില്ല. വീടെന്ന കുടുംബങ്ങളുടെ സ്വപ്നം അങ്ങനെ സ്വപ്നമായി തുടരുന്നു. വിനോദ് മൊറാഴ്ക്കൊപ്പം കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.